KSRTC ഒരു എപ്പിസോഡാണ് 10 വർഷം 14 വർഷമായി പരിപാടി. ഇപ്പൊ എന്നോട് നിങ്ങൾ യാത്രക്കാരനാണ്, അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു നാട്ടിലത്തെ പേരിന് ചോദിക്കുക, ബസ് എത്ര മണിക്ക് പേര് ചോദിക്കുക, ക്യാമറ നോക്കണ്ട, ആര് നോക്കണ്ട, കൗണ്ടറൊന്നും പറയണ്ട, നേരെ പോയിക്കോളാം. അതിന് വേണ്ടി വന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ പോയിക്കോളാം, ഇപ്പൊ പോകാനല്ല, നിങ്ങൾ അത് പറഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് എന്റെ ആദ്യത്തെ സംഭവം. അപ്പം ഞാൻ പോലെങ്കിൽ ആക്ഷൻ പറയുമ്പോൾ വേണ്ടെന്നും പറഞ്ഞു. ഞാൻ ഈ ഷൂട്ടിംഗ് തന്നെ കാണാത്ത ഒരാൾ, ജീവിതത്തിൽ കണ്ടില്ല, ഫസ്റ്റ് ടൈം. നമ്മളെ പണി പറയാനല്ലോ, ആ അതെ പെയിന്റിംഗ് ആണ്. അപ്പൊ ഞാൻ ആ പോലെ നിൽക്കുന്നു, ആക്ഷൻ. ഞാനിങ്ങനെ നടന്നു വരുന്നു. അപ്പം കൗണ്ടറിലെ ആ ടിക്കറ്റ് എല്ലാം കൊടുക്കുന്നത് വിളിച്ചു പറയുന്ന ആള് നിയാസ് ബക്കറാണ്, കോയാന്ന് പറയുന്ന ആളാണ്. മൂപ്പർ എന്നോട് ചോദിച്ചു എവിടെയാണ് പോണ്ടത്. എന്റെ തൊണ്ടയിൽ വെള്ളം പറ്റിപ്പോയി, കാരണം വലിയ നടനാണ് ഞാൻ. അല്ല എവിടെയാണോ പോണ്ടേ ചോദിച്ചു. അപ്പൊ ഞാൻ ആരാ ഒന്നും ആരും അറിയില്ലോ, എന്റെ ഭാഷ ഏതാണ് ഒന്ന് പറയും. നിങ്ങൾ എവിടെ പോണ്ട് ചോദിച്ചു. നിങ്ങളെവിടെ പോകുന്നത്? വേടക്ക ബന്തെടുക്ക ബന്തെടുക്ക വടിയെടുക്ക കൊടുക്കാസല്ല ബസ് അങ്ങോട്ട് കായ്ക്കൊല്ല വെച്ച് സീറ്റ് പിടിക്കാൻ വേണ്ടിട്ടാണ് ബസ്. എപ്പം വരില്ല, ഇപ്പോഴും വരുവാ ബസ്സിന്റെ പടം കയറി ഇരിക്കാൻ വേണ്ടിട്ട്. ലൈറ്റ് ഓഫ്, ഓൾ ലൈറ്റ് ഓഫ് ആക്കി, ക്യാമറ ഓഫ് ആക്കി. ആദ്യമായിട്ടാണ് മറിവാദം സംഭവിച്ചത്. ഇതാരാണ്, എന്താണ് വിളിച്ചു ഞാനാണ് പോയി. അതാണ് ഡയറക്റ്റാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ മൂപ്പറെ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്താണ് ഇപ്പൊ പറഞ്ഞു വെച്ചു. ഞാൻ പറഞ്ഞു എന്റെ നാട്ടിലെ സ്ഥലമാണ്, കാസർഗോഡിന്റെ നാട്ടിലെ സ്ഥലമാണ്. ഈ പേടെടുക്ക പതിയെടുക്ക ബന്തെടുക്ക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സ്ഥലമാണ്. പിന്നെ അതിനൊപ്പം ജോയിന്റ് ആക്കിയ വടിയെടുക്ക കൊടുക്കാം. ഓൾറെഡി അങ്ങനത്തെ സ്ഥലമില്ല ഞങ്ങളുടെ. ഞാൻ ജോയിന്റ് ആക്കിയതാ. ഇതിനപ്പുറം എടുക്കാൻ കൊടുക്കാൻ പിടിക്കാന്നല്ല പറഞ്ഞ ജോയിന്റ് ആക്കി വെച്ച് സാധനം കൊടുക്കും. വേണ്ടാന്ന് പറഞ്ഞ അന്ന് എന്നാ തിരിച്ച് അയച്ചു. ജസ്റ്റ് അങ്ങോട്ട് പോകുമ്പോ നിയാസ് വിളിച്ചു. അവൻ പറയുന്ന ഒരു ഭാഷ, ഒരു ശൈലി, ഒരു പുതിയ രീതിയല്ലേ. അപ്പൊ ഇതൊരു പറയാത്ത നമ്മുടെ കാസർഗോഡ് ഭാഷ, മലയാള സിനിമയിലോ സീരിയലിലോ ഒന്നും പറയാത്തൊരു കാലം 10 വർഷം മുമ്പ്. അപ്പൊ നിയാസ് പറഞ്ഞത് നിയാസ് ഭാഷാനാണ്. ഞാനത് പറഞ്ഞ പരിചയപ്പെട്ടതിന് ശേഷമാണ് അവർ അത് എടുത്തു വെച്ചോ, പിന്നെ വേണ്ടേ നമുക്ക് ഒഴിവാക്കലാണ്. അങ്ങനെ വീണ്ടും ആക്ഷൻ പറഞ്ഞു, ഞാൻ ഈ കാര്യം പറഞ്ഞു പോയി. അങ്ങനെ മറിമ എന്ന് പറഞ്ഞത് നിങ്ങൾ കാണുന്ന സീരിയലിലെ ഉണ്ണി എന്ന കഥാപാത്രം അങ്ങനെ കുഞ്ഞു കുഞ്ഞു വേഷം ചെയ്ത് 2022 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം മികച്ച ഹാസ്യ താരം സ്റ്റേറ്റ് അവാർഡ് എന്നെ തേടി വന്നു. എന്റെ ഭാഷയോ എന്റെ വേറെ കാര്യങ്ങളൊന്നും മാറ്റാൻ പോയില്ല. നിങ്ങൾ പറയുന്ന ഈ നാട്ടിലൊരു ഭാഷ, ഒരു ശൈലിയുണ്ട്. ഇപ്പൊ ഞാൻ വരുവാണ്, കുറച്ച് ആൾക്കാരോട് സംസാരിക്കും, അവരുടെ സ്നേഹം പങ്കുവയ്ക്കും, നമ്മൾക്ക് അങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ആ കാണുന്ന സ്നേഹമുണ്ട്. ഈ സ്നേഹം ഓരോ നാട്ടിലുണ്ട്, ഓരോ നാട്ടുപുറത്തുണ്ട്. ആ സ്നേഹത്തിന്റെ